ഡിസ്കസ് ചെയ്തത് പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആയിരുന്നു അല്ലേ. അതായത് z is equal to x plus iy എന്നുള്ള ഈ ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾക്ക് x എങ്ങനെ എഴുതാം? x is equal to r cos theta and y is equal to r sin theta അല്ലേ. അതുപോലെ r എന്ന് പറഞ്ഞാൽ മോഡ് z ആയിരുന്നു. മോഡ് z എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതുപോലെ തീറ്റ എന്തായിരുന്നു? തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ്. ഈ തീറ്റനെ നമ്മൾ പറഞ്ഞിരുന്ന പേരായിരുന്നു ആംപ്ലിറ്റ്യൂഡ് ഓർ ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് അല്ലേ. അതിനെ ഡിനോട്ട് ചെയ്തിരുന്നത് ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് ഓർ ആംപ്ലിറ്റ്യൂഡ് ഓഫ് സെറ്റ് എന്നായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഒരു പോളാർ ഫോം എന്ന് പറഞ്ഞാൽ ആർ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആൻഡ് വൈ ഇസ് ഈക്വൽ ടു ആർ തീറ്റ. ആർ തീറ്റ എന്നുള്ള ഈ ഒരു എക്സ് വൈ എന്നുള്ള കോർഡിനേറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആർ തീറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇങ്ങനെയാണ് പോളാർ ഫോമിൽ വരുന്നത്. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റയും അതുപോലെ തന്നെ വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റയാണ് വരുന്നത്. ആർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? മോഡ് സെറ്റ് എടുത്താൽ മതി. അതായത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആൻഡ് തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ് എന്നുള്ളതാണ് വരിക. ഓക്കെ, നമുക്ക് ഇതിനെ ജോമെട്രിക്കലായിട്ട് എങ്ങനെ വരക്കാൻ നോക്കാം. ഇത് ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സെഡ് ആൻഡ് സെഡ് ബാർ ആണ് പോളാർ ഫോമിലുള്ള. അപ്പോൾ നമുക്ക് ഇവിടെ സെഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് അത് ആർ തന്നെയാണ് വരുന്നത്. അതായത് മോഡ് സെറ്റ് അത് ആറാണ് വരുന്നത്. പക്ഷേ ആർഗ്യുമെൻ്റ് എന്താണ്? ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ തീറ്റ എന്ന് പറയുന്നത് തീറ്റയാണ് അല്ലേ. ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് തീറ്റയാണ്. അതുപോലെ സെഡ് ബാറിൻ്റെ മൈനസ് തീറ്റയാണ് ആർഗ്യുമെന്റ് വരിക. ആറാണ് മാഗ്നിറ്റ്യൂഡ് വരിക. അപ്പോൾ നമുക്ക് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ അല്ലേ. എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞാൽ എക്സ് എന്താണ്? ആർ കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു ആർ സൈൻ തീറ്റ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന്. ഓക്കെ, ഇപ്പോൾ സെഡ് ബാർ നമുക്ക് എങ്ങനെ വരും? സെഡ് ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ആർ കോസ് മൈനസ് തീറ്റ പ്ലസ് ഐ സൈൻ മൈനസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അതായത് ഇതെന്താ വരിക? ആർ കോസ് ഓഫ് മൈനസ് തീറ്റ പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് മൈനസ് ഇവിടെ ഐ സൈൻ മൈനസ് തീറ്റ പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ അല്ലേ. മൈനസ് ഐ സൈൻ തീറ്റ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സെഡ് ബാർ വരുന്നത്. സെഡ് ബാറിൻ്റെ മാഗ്നിറ്റ്യൂഡും സെഡിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ് അല്ലേ. സെഡിൻ്റെ സെഡ് ബാറിൻ്റെ ആർ തന്നെയാണ് വരുന്നത്. പക്ഷെ അതിൻ്റെ ആർഗ്യുമെൻ്റ് ഇതിലെന്താ വരുന്നത്? തീറ്റയാണ്. പക്ഷെ ഇതിൻ്റെ എന്താണ്? മൈനസ് തീറ്റയാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. ഇതാണ് ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സെഡ് ആൻഡ് സെഡ് ബാർ ഇൻ പോളാർ ഫോം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതിന് നമുക്ക് എന്ത് എഴുതാം? ആർഗ്യുമെന്റ് ഓഫ് സെഡ് ബാർ. സെഡ് ബാറിൻ്റെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ആർഗ്യുമെന്റ് ഓഫ് സെഡ് അല്ലേ. ആർഗ്യുമെന്റ് ഓഫ് സെഡ് ബാർ എന്ന് പറഞ്ഞാൽ സെഡ് ബാറിൻ്റെ ആർഗ്യുമെന്റ് എന്താ വരുന്നത്? മൈനസ് തീറ്റ അല്ലേ. മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഓഫ് ആർഗ്യുമെന്റ് ഓഫ് സെഡ്. ആർഗ്യുമെന്റ് ഓഫ് സെഡ് എന്താ വരുന്നത്? തീറ്റയാണ്. ഇവിടെ ആർഗ്യുമെന്റ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ തീറ്റയും ആർഗ്യുമെന്റ് ഓഫ് സെഡ് ബാർ എന്ന് പറഞ്ഞാൽ മൈനസ് തീറ്റയുമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആർഗ്യുമെന്റ് ഓഫ് സെഡ് ബാർ. ആർഗ്യുമെന്റ് ഓഫ് സെഡ് ബാർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു മൈനസ് ആർഗ്യുമെന്റ് ഓഫ് സെഡ് ആണ്. ക്ലിയർ ആയി? ഇറ്റ് ഈസ് ക്ലിയർലി ആർഗ്യുമെന്റ് ഓഫ് സെഡ് ബാർ ഇസ് ഈക്വൽ ടു മൈനസ് ആർഗ്യുമെന്റ് ഓഫ് സെഡ്. മൈനസ് പൈ ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ പൈ. ഇതിൻ്റെ ഇടയിൽ വരുന്ന വാല്യൂ, അതായത് the unique value of theta that lies this interval, അതായത് in the interval minus pi less than theta less than pi is called the argument of set. Capital argument is called the ആർഗ്യുമെന്റ് ഓഫ് സെറ്റ്. ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തീറ്റ ആയിരുന്നു പറഞ്ഞില്ലേ. തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു തീറ്റ വാരി ചെയ്യുക മൈനസ് പൈൻ്റെ ഇടയിലായിട്ടാണ്. ഓക്കെ, തീറ്റ എന്നുള്ള ആംഗിൾ വരുന്നത് മൈനസ് പൈൻ്റെ ഇടയിലായിട്ടാണ്. അപ്പോൾ ആ ഒരു ഇടയിൽ വരുന്ന യുണീക്ക് വാല്യൂ, ദ യുണീക്ക് വാല്യൂ ഓഫ് തീറ്റയുടെ വാല്യൂ ഏതാണോ വരുന്നത് ആ വാല്യൂവിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ആർഗ്യുമെന്റ് ഓഫ് സെറ്റ്. ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ഇത് ക്യാപിറ്റൽ എ ആണ് ആർഗ്യുമെന്റ് ഓഫ് സെറ്റ്. മറ്റേത് ഇങ്ങനെയാണ് ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആർഗ്യുമെന്റ് ഓഫ് സെറ്റിന് ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് പ്ലസ് 2n പൈ എന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ 0 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 എക്സെട്ര ആണ് പോകും. അപ്പോൾ ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് പ്ലസ് 2n പൈ ആണ്. പിന്നെ ഇതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും എന്താണെന്നുള്ളത്.
എങ്ങനെയാണ് നമ്മൾ ഓരോ ക്വാഡ്രന്റിൽ നിന്നും തീറ്റനെ ചൂസ് ചെയ്യുക, ആർഗ്യുമെന്റ് ഓഫ് സെറ്റിനെ ചൂസ് ചെയ്യുക എന്നുള്ളത് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ റിമാർക്ക് നോക്കും. To find the principal value of argument of z, first calculate the tan inverse of y by x lying between 0 and pi by 2. Let it to be alpha. അപ്പോൾ ആദ്യം നമുക്ക് ഈ പ്രിൻസിപ്പൽ വാല്യൂ അല്ലെ ആർഗ്യുമെന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? തീറ്റ, നമ്മുടെ ആർഗ്യുമെന്റ് അല്ലെ, അതായത് ആർഗ്യുമെന്റ് ഓഫ് z ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ടാൻ ഇൻവേഴ്സ് ഓഫ് y by x, തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് y by x ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം അത് 0ന്റെയും pi by 2ന്റെയും ഇടയിൽ ലൈ ചെയ്യുന്ന ടാൻ ഇൻവേഴ്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അതിനെ നമ്മൾ ലെറ്റ് ടു ബി ആൽഫ എന്ന് എടുത്തു. ഇങ്ങനെയാണ് ഈ ഫസ്റ്റ് പറയുന്നത്. ഇഫ് xy lies in the first quadrant, ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർഗ്യുമെന്റ് ഓഫ് z എങ്ങനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. If xy is in the first quadrant, ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്നുണ്ടെങ്കിൽ ആർഗ്യുമെന്റ്, അതായത് പ്രിൻസിപ്പൽ വാല്യൂവിനെ നമുക്ക് ആൽഫ തന്നെ ചൂസ് ചെയ്യാം. ഇതൊക്കെ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും കേട്ടോ, എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പുകളും വരുന്നത് എന്നുള്ളത് പ്രോബ്ലത്തിലൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇഫ് xy ലൈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്. അപ്പോൾ ഇവിടെ എന്താ വരിക? രണ്ടും പോസിറ്റീവാണ് വരും അല്ലേ, പോസിറ്റീവും പോസിറ്റീവാണ്. ഇവിടെ എന്ത് വരും? എക്സ് നെഗറ്റീവാണ് ആൻഡ് വൈ പോസിറ്റീവാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സ് വൈ ഏതാന്നുള്ളത്, ഏത് ക്വാഡ്രന്റാന്നുള്ളത് എക്സ് വൈൻ്റെ വാല്യൂ കണ്ടതിനനുസരിച്ച് മനസ്സിലാവും അല്ലേ. ഇപ്പോൾ 2, 3 എന്ന് ഇവിടെ വരും. അതുപോലെ തന്നെ -2, 3 ഇങ്ങനെയൊക്കെ പോയിന്റ്സുകൾ വരുമ്പോൾ ഏത് ക്വാഡ്രന്റിലാന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ക്ലിയർ ആവും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ക്വാഡ്രന്റ് ഒക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യണം. തീറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആർഗ്യുമെന്റ് ഓഫ് സെറ്റ്, അതായത് ടാൻ ഇൻവേഴ്സ് ഓഫ് y by x കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് ചൂസ് ചെയ്യണം ഏതാന്നുള്ളത്. അപ്പോൾ ആൽഫ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ, ഒരു ആംഗിൾ ആയിരിക്കും കിട്ടുക. pi by 3 എന്നോ എന്തെങ്കിലും ആയിരിക്കും കിട്ടുക. pi by 6, pi by 3, pi by 4 ഏതെങ്കിലും ഒരു ആംഗിൾ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്നുണ്ടെങ്കിൽ അതിന് അതുപോലെ തന്നെ ചൂസ് ചെയ്യുക. pi by 3 ആണെന്നുണ്ടെങ്കിൽ pi by 3 തന്നെ ചൂസ് ചെയ്യുക. ദെൻ സെക്കൻഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ എങ്ങനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ നമ്മൾ അതിനെ ചൂസ് ചെയ്യേണ്ടത് പൈ മൈനസ് ആൽഫ എന്ന് പറഞ്ഞിട്ടാണ്. ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു പൈ മൈനസ് ആൽഫ. അതായത് ഇപ്പോൾ pi by 3 ആണ് ആംഗിൾ എന്നുണ്ടെങ്കിൽ pi മൈനസ് pi by 3 എന്നുള്ളതിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഈ തേർഡ് വൺ, ഇഫ് xy ഇൻ ദ തേർഡ് ക്വാഡ്രന്റിലാണെന്നുണ്ടെങ്കിൽ ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് പൈ മൈനസ് ആൽഫയാണ്, മൈനസ് പൈ മൈനസ് ആൽഫ വരും. ഓക്കെ, അതുപോലെ ഇനി ഫോർത്ത് ക്വാഡ്രന്റിലാണെന്നുണ്ടെങ്കിൽ ഇഫ് xy ഇൻ ദ ഫോർത്ത് ക്വാഡ്രന്റ്, അങ്ങനെയാണെങ്കിൽ ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് എന്താ വരിക? അങ്ങനെയാണെങ്കിൽ ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ആൽഫയാണ്. എന്താണോ നമുക്ക് ആ ആംഗിൾ കിട്ടിയിട്ടുള്ളത് അതിന്റെ നേരെ നെഗറ്റീവ് എടുക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇത്രേ വരുന്നുള്ളൂ. ഫസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആംഗിൾ ആൽഫ, അതുപോലെ തന്നെ ചൂസ് ചെയ്യുക. സെക്കൻഡ് ക്വാഡ്രന്റിലാണെന്നുണ്ടെങ്കിൽ പൈ മൈനസ് ആൽഫ, ആൻഡ് തേർഡിലാണെന്നുണ്ടെങ്കിൽ മൈനസ് പൈ മൈനസ് ആൽഫ, ആൻഡ് ഫോർത്തിലാണെന്നുണ്ടെങ്കിൽ മൈനസ് ആൽഫ എന്ന് വരും. ഇനി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം, അപ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ പ്രോബ്ലം നമുക്ക് ഫൈൻഡ് ദ പോളാർ ഫോം ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. നമുക്ക് ക്വസ്റ്റ്യനിൽ എങ്ങനെ ഉണ്ടാവുക? ഒരു കോംപ്ലക്സ് നമ്പർ തരും, അതിന്റെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എക്സ് എന്താണ്? എക്സ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു -√3 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആറും കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പോളാർ ഫോം എന്ന് പറഞ്ഞാൽ ആറും തീറ്റയാണ് നമുക്ക് കിട്ടേണ്ടത്. ആറ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് സെറ്റ് ആണ് അല്ലേ. മോഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ √(x² + y² ആണ്. ദാറ്റ് ഈസ് 1² പ്ലസ് -√3 ഹോൾ സ്ക്വയർ വരും, ഈക്വൽ ടു √1 പ്ലസ് √3 എന്ന് പറഞ്ഞാൽ 3 വരും അല്ലേ. √4 എന്ന് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വരും. അപ്പോൾ 6 2 ആണ് കിട്ടി. ഇനി നമുക്ക് ആർഗ്യുമെന്റ് കാണാം അല്ലേ. അതായത് തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് y by x. ഇത് മോഡുലസ് ആണ് കേട്ടോ വരുന്നത്. നേരത്തെ ബ്രാക്കറ്റ് പോലെ തോന്നിയിട്ടുണ്ടാവും, മോഡുലസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നെഗറ്റീവ് വാല്യൂ ഒക്കെ ഉണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് y by x എന്നുള്ളതാണ് ആർഗ്യുമെന്റ് വാല്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് y എന്ന് പറഞ്ഞാൽ -√3
ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അപ്പോൾ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഓഫ് √3 ഇത് വരും. കാരണം ഇതെന്തായി പോയി? മോഡുലസ് ആണ്. അപ്പോൾ ഇത് ടാൻ ഇൻവേഴ്സ് ഓഫ് √3 ആയി മാറും. എപ്പോഴാണ് ടാനിന്റെ വാല്യൂ √3 ആവുന്നത്? തീറ്റ π/3 ആകും അല്ലേ. തീറ്റ π/3യിലാണ് എന്ത് വരുന്നത്? ടാന് √3 ആകുന്നത്. ഓക്കെ, ടാൻ 1/√3 ആണെന്നുണ്ടെങ്കിൽ π/6 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? സ്റ്റെപ്പ് 6 കിട്ടി, അതുപോലെ തന്നെ തീറ്റ കിട്ടി. ഇനി നമുക്ക് ആർഗ്യുമെന്റ് ഓഫ് ക്യാപിറ്റൽ പ്രിൻസിപ്പൽ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്രിൻസിപ്പൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. തീറ്റ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നെക്സ്റ്റ് വരുന്നത് ആ തീറ്റ എന്താ കിട്ടിയത്? തീറ്റ ഈസ് ഈക്വൽ ടു π/3. ഇത് എവിടെയാണ് ലൈ ചെയ്യുന്നത്? ദാറ്റ് ലൈസ് ബിറ്റ്വീൻ, ക്ലിയർ ആണല്ലേ, ദാറ്റ് ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് π/2 0ന്റെ ഇടയിലാണ് ലൈ ചെയ്യുന്നത്. അപ്പോൾ അതും കറക്റ്റായി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇഫ് എക്സ് വൈ ലൈസ് ഇൻ ദ ഏത് ക്വാഡ്രന്റ് ആണെന്ന് കിട്ടണം. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? 1 - √3. ഇത് ഏത് ക്വാഡ്രന്റ് ആണ്? 4th അല്ലേ. കാരണം നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഫസ്റ്റിൽ ഫുൾ പോസിറ്റീവാണ്, രണ്ടാമത്തിൽ ഇത് നെഗറ്റീവും പോസിറ്റീവും, ഇവിടെ ഫുൾ നെഗറ്റീവാണ് വരിക അല്ലേ. ഇതെന്താ വരിക? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവാണ്. അപ്പോൾ ഈ ക്വാഡ്രന്റിലാണ്, 4th-ലാണ് ഇത് വരുന്നത് 1 - √3 എന്നുള്ളത്. അപ്പോൾ നമുക്ക് 4th-ലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ലെറ്റ് ആൽഫ ടു ബി -α എന്നായിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് ആൽഫ എന്ന് പറഞ്ഞ ആംഗിൾ ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത് ഏതാണ്? π/3 ആണ്. π/3 തീറ്റ എന്നുള്ളതാണ് എടുക്കണമെങ്കിൽ നമ്മൾ ഇതിലേക്ക് ആൽഫ എന്ന് പറയുകയാണെന്നുള്ളൂ. ആൽഫ = π/3 ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് 4th ക്വാഡ്രന്റിലാവുമ്പോൾ ഇതിനെ എങ്ങനെ ചൂസ് ചെയ്യാം? ആർഗ്യുമെന്റ് ഓഫ് z, ദാറ്റ് ഈസ് ആർഗ്യുമെന്റ് ഓഫ് z ഈസ് ഈക്വൽ ടു -α, ദാറ്റ് ഈസ് ഈക്വൽ ടു -π/3 എന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 6 കിട്ടി, തീറ്റ കിട്ടി, ആൻഡ് പ്രിൻസിപ്പൽ വാല്യൂ കിട്ടി. പിന്നെ ഈ കോംപ്ലക്സ് നമ്പർ എങ്ങനെ എഴുതാം? പോളാർ ഫോം r cos θ പ്ലസ് I sin θ എന്നാണ് അല്ലേ. ഈക്വൽ ടു r എന്ന് പറഞ്ഞാൽ എന്താണ്? 2 cos θ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ വാല്യൂ ആണ് കൊടുക്കേണ്ടത് കേട്ടോ. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രിൻസിപ്പൽ വാല്യൂ -π/3 പ്ലസ് I sin -π/3. ഓക്കെ, അപ്പോൾ ഇതാണ് കോംപ്ലക്സ് നമ്പർ വരുന്നത്. കോംപ്ലക്സ് നമ്പർ ഇൻ പോളാർ ഫോം. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി അതുപോലെ ഒരു പ്രോബ്ലം കൂടെ ചെയ്തു നോക്കാം. അപ്പോൾ അതുപോലെ വരുന്നതാണ് -2 + 2i√3. ഇവിടെ എക്സ് എന്താ വരുന്നത്? x = -2 ആൻഡ് y = 2√3 അല്ലേ. അങ്ങനെയാണെങ്കിൽ r എങ്ങനെ എഴുതാം? r = mod z ആണ്, ദാറ്റ് ഈസ് √(x² + y²) -2² + 2√3 ഹോൾ സ്ക്വയർ വരും. ഈക്വൽ ടു √4 + 4 × 3 അല്ലേ. അപ്പോൾ എന്ത് വരും? 12 + 4 എന്ന് പറഞ്ഞാൽ 16 വരും. √4 ദാറ്റ് ഈസ് ഈക്വൽ √16 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 അല്ലേ. അപ്പോൾ 6 കിട്ടി, 4 ആണ്. ഇനി തീറ്റ ഈസ് ഈക്വൽ ടു എങ്ങനെ കാണാം? ടാൻ ഇൻവേഴ്സ് ഓഫ് y/x, ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് y എന്ന് പറഞ്ഞാൽ 2√3 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഈക്വൽ ടു √3 തന്നെ വരും. ടാൻ ഇൻവേഴ്സ് ഓഫ് √3 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടാൻ ഇൻവേഴ്സ് ഓഫ് √3 എന്നാൽ ഈക്വൽ ടു എന്ത് വരും? ഇവിടെ π/3 വരും അല്ലേ. നേരത്തെ പോലെ തന്നെയാണ് തീറ്റ വരുന്നത്, π/3 ആണ്. അപ്പോൾ ഇനി ഇവിടെ XY എന്നുള്ള ക്വാഡ്രന്റ് ഏതിലാണ് നോക്കാം. XY എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? -2 and 2√3 ആണ് അല്ലേ. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും കൂടി വരുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിലാവുമ്പോൾ ആൽഫ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യണം? കിട്ടിയിട്ടുള്ളതിന് π - എന്നാണ് ചൂസ് ചെയ്യണം അല്ലേ. Here XY lies in the second quadrant, then alpha to be π - ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? Therefore argument of z, that is equal to π - alpha, equal to π - π/3 എന്ന് വരും. ആൽഫ ആണ് π/3 ആണ്, equal to 2π/3 എന്ന് വരും. അപ്പോൾ argument of z എന്താണ് കിട്ടി? 2π/3 ആണ് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ എഴുതാം? കോംപ്ലക്സ് നമ്പർ z is equal to ആർഗ്യുമെന്റ് ഓഫ് z എന്താ കിട്ടിയത്? ഇപ്പോൾ ആർഗ്യുമെന്റ് ഓഫ് z is equal to 2π/3 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് z-നെ എങ്ങനെ എഴുതാം? r cos θ പ്ലസ് I sin θ, ദാറ്റ് ഈസ് ഈക്വൽ ടു r എന്ന് പറഞ്ഞാൽ 4 ആണ് കിട്ടി. 4 cos 2π/3 പ്ലസ് I sin 2π/3. അപ്പോൾ ഇതാണ് കോംപ്ലക്സ് നമ്പർ ഇൻ പോളാർ ഫോം. ക്ലിയർ ആയില്ലേ? നമ്മൾ ആദ്യം എന്ത് ചൂസ് ചെയ്യണം? എക്സും വൈയും എടുക്കുക, അതിനുശേഷം r കാൽക്കുലേറ്റ് ചെയ്യുക. പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാന്നാൽ r-ഉം θ-യും കാൽക്കുലേറ്റ് ചെയ്യുക. r-ഉം θ-യും കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം പ്രിൻസിപ്പൽ വാല്യൂ കണ്ടെത്താനാണ്
ബുദ്ധിമുട്ട് വരുന്നത് അല്ലേ. പ്രിൻസിപ്പൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക, നമുക്ക് തന്നിട്ടുള്ള എക്സ് വൈ ഏത് ക്വാഡ്രന്റ് ആണെന്ന് ഫസ്റ്റ് നോക്കുക. ഫസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ആൽഫ അതുപോലെ തന്നെ ആംഗിൾ ചൂസ് ചെയ്യുക. സെക്കൻഡിലാണെന്നുണ്ടെങ്കിൽ പൈ മൈനസ് ആൽഫ, ആൻഡ് തേർഡിലാണെന്നുണ്ടെങ്കിൽ മൈനസ് പൈ മൈനസ് ആൽഫ, ആൻഡ് ഫോർത്തിലാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, ഫൈനലി മൈനസ് ആൽഫ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടെണ്ണത്തിൻ്റെ കേസ് പറഞ്ഞു. ഇനി ഇതുപോലെ വരുന്ന പ്രോബ്ലം ഉണ്ട്. ഇത് സുഖമാണ്. അപ്പോൾ ഇതുപോലെ എക്സാമിന് ചോദിക്കും. ആർ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, തീറ്റ കാൽക്കുലേറ്റ് ചെയ്യുക, അതിനുശേഷം ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് എന്ത് ചെയ്യുക, കോംപ്ലക്സ് നമ്പറിന്റെ ഫോം എങ്ങനെയാണോ അത് കൊടുക്കുക. ഇവിടെ ലാസ്റ്റ് വരുന്ന തീറ്റ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രിൻസിപ്പൽ വാല്യൂ ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത് അതുപോലെ തന്നെ വരുന്ന ഒരു പ്രോബ്ലം ആണ്. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. -√3 മൈനസ് i. നെക്സ്റ്റ് വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് പോളാർ ഫോം ആണ്. പോളാർ ഫോമിന്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് രണ്ട് നമ്പർ എടുക്കാം. ആദ്യം z1 is equal to r1 cos theta 1 cos theta 1 plus i sin theta 1. ഇത് ഒരു നമ്പറായിട്ടും അതുപോലെ തന്നെ z2 is equal to r2 cos theta 2 plus i sin theta 2 എന്നുള്ളത് രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ ആയിട്ട് കൊടുക്കുക. അപ്പോൾ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് വരും, z1 ഇൻറ്റു z2 അല്ലേ. പോളാർ ഫോമിലാണ് മൾട്ടിപ്ലിക്കേഷൻ. z1 ഇൻറ്റു z2 പറഞ്ഞാൽ r1 ഫസ്റ്റ് എന്തായാലും ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ r1 r2 ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ cos theta 1 പ്ലസ് i sin theta 1 ഇൻറ്റു cos theta 2 പ്ലസ് i sin theta 2 അല്ലേ. രണ്ട് കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാറുള്ളത്, r1 r2 അതുപോലെ തന്നെ എഴുതി. രണ്ട് കോംപ്ലക്സിന്റെ മാഗ്നിറ്റ്യൂഡാണ്, അതിനെ പുറത്ത് എഴുതി. രണ്ട് കോംപ്ലക്സ് നമ്പർ നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക, z1 ഇൻറ്റു z2 എന്ന് പറഞ്ഞാൽ x1 പ്ലസ് i y1 ഇൻറ്റു x2 പ്ലസ് i y2 ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, x1 x2 മൈനസ് y1 y2 പ്ലസ് i ഇൻറ്റു x1 y2 പ്ലസ് y1 x2. ഇങ്ങനെയാണ് അല്ലേ നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യാറുള്ളത്. കോംപ്ലക്സ് നമ്പറിനെ x1 x2 മൈനസ് y1 y2 പ്ലസ് i ടേം എന്ന് പറഞ്ഞാൽ y1 x2 ആൻഡ് x2 y1 x1 y2 എന്ന് വരും. ഇങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ എഴുതുമ്പോൾ എന്ത് വരും, cos theta 1 cos theta 2 x1 x2 ആണ് cos theta 1 മൈനസ് cos theta 1 x1 x2 പറഞ്ഞാൽ cos theta 1 cos theta 2 മൈനസ് y1 y2 പറഞ്ഞാൽ sin theta 1 sin theta 2. അടുത്തത് എന്ത് വരും, പ്ലസ് i ഇൻറ്റു x1 y2 എന്ന് പറഞ്ഞാൽ x1 cos theta 1 ആണ് cos theta 1 sin theta 2 പ്ലസ് sin theta 1 cos theta 2 അല്ലേ. അപ്പോൾ ഇതാണ് വരുന്നത്. ഈക്വൽ ടു ഇതിനെ എങ്ങനെ എഴുതാം, r1 r2 cos theta 1 cos theta 2 മൈനസ് sin theta 1 sin theta 2 എന്ന് പറഞ്ഞാൽ എന്താണ്, cos theta 1 പ്ലസ് theta 2 അല്ലേ. cos a പ്ലസ് b ആണ് വരുന്നത്. പ്ലസ് i ഇൻറ്റു ഇതെന്താണ് sin a പ്ലസ് b അല്ലേ, sin theta 1 പ്ലസ് theta 2 എന്ന് പറയും. അപ്പോൾ നമുക്ക് z1 z2 എന്നുള്ള കോംപ്ലക്സ് നമ്പർ എങ്ങനെ കിട്ടി, r1 r2 and cos theta 1 പ്ലസ് theta 2 i ഇൻറ്റു sin theta 1 പ്ലസ് theta 2. അതായത് z1 z2 പോളാർ ഫോമിലുള്ള മൾട്ടിപ്ലിക്കേഷനിൽ മോഡുലസ് ഓഫ് z1 z2 ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് z1 ഇൻറ്റു മോഡുലസ് ഓഫ് z2 എന്നല്ലേ. അതായത് r1 ഇൻറ്റു r2 എന്നായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതുപോലെ ആർഗ്യുമെന്റ് തീറ്റ ഓഫ് z1 z2 ദാറ്റ് ഈസ് ഈക്വൽ ടു ആർഗ്യുമെന്റ് ഓഫ് z1 പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് z2. ക്ലിയർ? But the product of two complex numbers is a complex number with modulus of z1 z2 is equal to modulus of z1 into modulus of z, and argument of z1 z2 is equal to argument of z1 plus argument of z. Magnitude r1 r2 and theta എന്ന് പറയുന്നത് theta 1 plus theta 2 അല്ലേ. അതാണ് ഇവിടെ പറയുന്നത് argument of z1 z2. ഇതിന്റെ argument എന്ന് പറയുന്നത് എന്താ വരുന്നത്, argument of z1. z1ന്റെ argument എന്താണ്, theta 1 ആണ്. അതുപോലെ z2ന്റെ ആർഗ്യുമെന്റ് പറഞ്ഞാൽ theta 2 ആണ്. അതായത് theta 1 പ്ലസ് theta 2 എന്നുള്ള ഫോമിലാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ക്ലിയർ ആയില്ലേ? ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. ഇനി ഡിവിഷൻ എങ്ങനെയാണെന്ന് നോക്കാം.
ഡിവിഷൻ പറയുന്നതിന് മുമ്പ് ഇതിന്റെ എക്സ്റ്റൻഷൻ നോക്കാം. ഇത് Z1 Z2 എന്നുള്ള രണ്ട് നമ്പറാണ് അല്ലേ. ഇതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ Z1 Z2 എക്സെട്ര Zn അല്ലേ. എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എന്ത് എഴുതാം, ഈക്വൽ ടു ഇതുപോലെ എന്ത് എഴുതാം, R1 R2 എക്സെട്ര Rn ഇൻറ്റു cos θ1 പ്ലസ് θ2 പ്ലസ് എക്സെട്ര പ്ലസ് θn വരണം അല്ലേ. cos θ1 പ്ലസ് θ2 പ്ലസ് എക്സെട്ര പ്ലസ് θn പ്ലസ് I ഇൻറ്റു അതുപോലെ തന്നെ സൈൻ θ1 പ്ലസ് θ2 പ്ലസ് എക്സെട്ര പ്ലസ് θn. ഓക്കെ, ഇപ്പോൾ ഇതാണ് എക്സ്റ്റൻഷൻ വരുന്നത്. അപ്പോൾ എന്തായാലും രണ്ടെണ്ണം മാത്രമാണെന്നുണ്ടെങ്കിലുള്ള കേസാണ് വരുന്നത്. രണ്ടോ അതിലധികമോ എത്രയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോമിൽ തന്നെയാണ് എഴുതുക. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് വരെ R1 R2 എക്സെട്ര Rn അതുപോലെ തന്നെ ആംഗിൾ ആർഗ്യുമെന്റ് വരുന്നത് θ1 പ്ലസ് θ2 പ്ലസ് എക്സെട്ര പ്ലസ് θn എന്നുള്ള ഫോമിലായിരിക്കും. ഇനി ഡിവിഷൻ നോക്കാം. അപ്പോൾ Z1 is equal to R1 cos θ1 plus I sin θ1 and Z2 is equal to R2 cos θ2 plus I sin θ2 എന്നുള്ള രണ്ട് കോംപ്ലക്സ് നമ്പർ ഉണ്ട് പോളാർ ഫോം. ഇങ്ങനെയാണ് നമ്മൾ Z1 by Z2 and is equal to Z എന്നുള്ള വേറൊരു കോംപ്ലക്സ് നമ്പറാണ് നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്ത് എഴുതാം, implies Z2 is equal to Z1 എഴുതാം. അപ്പോൾ ഇതിന് മോഡുലസ് കൊടുത്തു നോക്കാം. മോഡുലസ് ഓഫ് Z1 Z2 നമുക്ക് ആദ്യം മാഗ്നിറ്റ്യൂഡ് കിട്ടണം, പിന്നെ ആർഗ്യുമെന്റും കിട്ടണം അല്ലേ. അപ്പോൾ മോഡ് Z1 Z2 is equal to മോഡ് Z1 വരും, which implies ഇതെങ്ങനെ എഴുതാം, മോഡുലസ് സ്പ്ലിറ്റ് ചെയ്യുക അല്ലേ. മോഡുലസ് ഓഫ് Z1 ഇൻറ്റു മോഡുലസ് ഓഫ് Z2 is equal to മോഡുലസ് ഓഫ് Z1 എഴുതാം, which implies modulus of Z is equal to modulus of Z1 divided by modulus of Z2 ആണെന്ന്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, the division of two complex numbers in polar form is also a complex number with magnitude modulus of Z is equal to modulus of Z1 divided by modulus of Z2. That is equal to modulus of Z1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, R1 ആണ്, R1 by R2. അപ്പോൾ അത് ക്ലിയർ ആയി. ഇനി അതുപോലെ തന്നെ ആംഗിൾ അല്ലെ, ആർഗ്യുമെന്റ് നോക്കാം. ആർഗ്യുമെന്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ആർഗ്യുമെന്റ് ഓഫ് ZZ2 നോക്കാം. ZZ2 അല്ലെ, ആർഗ്യുമെന്റ് ഓഫ് ZZ2 is equal to എങ്ങനെ എഴുതും, ആർഗ്യുമെന്റ് ഓഫ് Z1 എഴുതാം. which implies ആർഗ്യുമെന്റ് ഓഫ് ZZ2 നമുക്ക് എങ്ങനെ എഴുതാം, അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൊഡക്റ്റിലെ ആർഗ്യുമെന്റ് എന്ത് ചെയ്യാം, നമുക്ക് പ്ലസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്യാം അല്ലെ. അതായത് എന്തൊരു ആർഗ്യുമെന്റ് ഓഫ് Z പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് Z2 എന്ന് എഴുതാം. പ്രൊഡക്റ്റ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സിലെ ആർഗ്യുമെന്റിന് നമുക്ക് പ്ലസ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ എന്ത് എഴുതാം, ആർഗ്യുമെന്റ് ഓഫ് Z1. അപ്പോൾ ഇത് നമുക്ക് ആർഗ്യുമെന്റ് ഓഫ് Z എങ്ങനെ എഴുതാം, ആർഗ്യുമെന്റ് ഓഫ് Z is equal to ആർഗ്യുമെന്റ് ഓഫ് Z1 മൈനസ് ആർഗ്യുമെന്റ് ഓഫ് Z2. അപ്പോൾ ഡിവിഷനിൽ എന്താ വരുന്നത്, ആർഗ്യുമെന്റ് ഓഫ് Z എന്ന് പറഞ്ഞാൽ that is argument of Z is equal to argument of Z1 minus Z2 ആണ്. അതായത് θ1 മൈനസ് θ2 എന്നുള്ള ഫോമിലാണ് എന്ത് വരുന്നത്, ആംഗിൾ വരുന്നത്. ക്ലിയർ. അപ്പോൾ നമുക്ക് പോളാർ ഫോം എങ്ങനെ എഴുതാം, പോളാർ ഫോമിൽ എങ്ങനെ എഴുതാം, Z is equal to R എന്നുള്ളതിന് പകരം R1 by R2 cos θ. θ എന്ന് പറഞ്ഞാൽ ഇവിടെ θ1 മൈനസ് θ2 ആണ് വരും അല്ലേ. θ1 മൈനസ് θ2 പ്ലസ് I ഇൻറ്റു സൈൻ θ1 മൈനസ് θ2. അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്, കോംപ്ലക്സ് നമ്പറിൻ്റെ ഡിവിഷൻ ഇൻ പോളാർ ഫോം. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ R1 ഇൻറ്റു R2 കോസ് θ1 പ്ലസ് θ2 ആയിരുന്നു. ഇവിടെ ഡിവിഷനിലാകുമ്പോൾ R1 ബൈ R2 ഇൻറ്റു കോസ് θ1 മൈനസ് θ2. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോലെ തന്നെ ചെയ്തില്ല, ഈ ഒരു ഇതെടുത്തു അല്ലേ. Z1 ബൈ Z2 is equal to Z എന്നുള്ള വേറൊരു കോംപ്ലക്സ് നമ്പറാണ് കിട്ടുക. ഈ കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ആംഗിളും കാൽക്കുലേറ്റ് ചെയ്തത്. മാഗ്നിറ്റ്യൂഡ് R1 ബൈ R2 ആണ് കിട്ടി, ആംഗിൾ അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ മൈനസ് ആണ് വരുന്നതെന്ന് കിട്ടി. ആർഗ്യുമെന്റ് ഓഫ് Z is equal to ആർഗ്യുമെന്റ് ഓഫ് Z1 മൈനസ് ആർഗ്യുമെന്റ് ഓഫ് Z2 ആണ്. അപ്പോൾ ഡിവിഷന് ഇങ്ങനെയാണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ ഇൻവേഴ്സ് എങ്ങനെയാണ് നോക്കാം. ഇൻവേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഇൻ പോളാർ ഫോം. അപ്പോൾ നമുക്കിപ്പോൾ ഡിവിഷൻ കിട്ടിയിരുന്നു. Z is equal to Z1 by Z2 is equal to എന്തായിരുന്നു, R1 by R2 ഇൻറ്റു കോസ് θ1 മൈനസ് θ2 പ്ലസ് I ഇൻറ്റു ഇങ്ങനെ കിട്ടിയിരുന്നു അല്ലേ. ഇവിടെ നമ്മൾ വെൻ ഈ ഒരു ഇക്വേഷനിൽ വെൻ Z1 is equal to 1 ആണെന്ന് വിചാരിക്കുക. Z1 equal to 1 അല്ലേ. Z1 1 ആണെന്നുണ്ടെങ്കിൽ 1നെ നമുക്ക് എങ്ങനെ എഴുതാം, 1 equal to 1 cos 0 പ്ലസ് I sin 0 എന്ന് എഴുതിക്കൂടെ.
അല്ലേ? ഇവിടെ 1 ആണ്. അപ്പോൾ ആറിൻ്റെ പ്ലേസിൽ 1 കൊടുത്തില്ല. 1ൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഇൻറ്റു കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, പ്ലസ് ഐ സൈൻ 0 എന്ന് 0 ആണ്. അപ്പോൾ 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ വരും. അപ്പോൾ z1 ഇസ് ഈക്വൽ ടു 1 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ z1/z2 എന്നുള്ളത് എന്തായിട്ട് മാറും? 1/z2 അല്ലേ? z1/z2 പറഞ്ഞാൽ 1/z2 പറഞ്ഞാൽ 1/r2 ഇൻറ്റു കോസ് θ1 ഇപ്പോൾ എന്തായിട്ട് പോയിട്ടുണ്ടാവും? ഫസ്റ്റത്തെ r1ൻ്റെ ആണ്, അത് 0 ആണ് അല്ലേ? 0 മൈനസ് θ2 എന്ന് വരും, പ്ലസ് ഐ ഇൻറ്റു സൈൻ 0 മൈനസ് θ2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/r2 ഇൻറ്റു കോസ് മൈനസ് θ2 പ്ലസ് ഐ സൈൻ മൈനസ് θ2 എന്ന് വരും. ഈക്വൽ ടു 1/r2 ഇൻറ്റു കോസ് ഓഫ് മൈനസ് തീറ്റ എന്താണ്? കോസ് തീറ്റയാണ്. കോസ് θ2 പ്ലസ് ഇതെന്ത് വരും? സൈൻ മൈനസ് ഓഫ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ഓഫ് മൈനസ് തീറ്റ പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ്. ദറ്റ് ഈസ് മൈനസ് സൈൻ θ2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/z2 ഇസ് ഈക്വൽ ടു 1/r2 ഇൻറ്റു കോസ് θ2 മൈനസ് സൈൻ θ2. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻവേഴ്സ് ഇതെന്ന് കിട്ടി. ഇതെന്താണ്? z2ൻ്റെ ഇൻവേഴ്സ് ആണ് അല്ലേ? z2 ഇൻവേഴ്സ് ആണ് 1/z2 എന്ന് പറയുന്നത്. അപ്പോൾ ജനറലി നമുക്ക് 1/z, അതായത് z ഇൻവേഴ്സ് എങ്ങനെ എഴുതാം? z ഉള്ള ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്, r cos θ പ്ലസ് ഐ സൈൻ θ എന്നുണ്ടെങ്കിൽ അതിൻ്റെ z ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? നമുക്ക് z ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/r ഇൻറ്റു കോസ് θ മൈനസ് സൈൻ θ. ഇതാണ് എന്ത് വരുന്നത്? ഐ സൈൻ θ. ഇതാണ് എന്ത് വരുന്നത്? z ഇൻവേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. അപ്പോൾ z ഇൻവേഴ്സ് കിട്ടി. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എങ്ങനെയാണ് കിട്ടി അല്ലേ? ഇത് z ഇൻവേഴ്സും അതുപോലെ തന്നെ z ബാറും മാറിപ്പോയത്. z ബാർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? 6 ആയിരുന്നു ഇവിടെ അല്ലേ? 6 മാഗ്നിറ്റ്യൂഡ് വ്യത്യാസമില്ല. 6 ഇൻറ്റു കോസ് θ മൈനസ് ഐ സൈൻ θ. ഇത് കറക്റ്റ് ആയിരുന്നു ഉള്ളിൽ വരുന്നത്. പക്ഷേ ഇവിടെ ഇത് 1/r ആണ്. z ഇൻവേഴ്സിൽ വ്യത്യാസമുണ്ട്. z ബാറിലാവുമ്പോൾ ഇവിടെ 6 ആണ് വരുന്നത്. ക്ലിയർ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഇനി ഇതിൻ്റെ എക്സ്പോണൻഷ്യൽ ഫോമാണ് വരുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ